എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 13 തീയതി 28/12/2025 ഞായറാഴ്ച. നമുക്ക് ഏറ്റവും നല്ല ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 2025 അങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. 7.5 ശനിക്കാലമായതുകൊണ്ട് ചില അപകട സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായും വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ശ്രദ്ധയോടുകൂടിയും വേഗത കുറച്ചുമൊക്കെ പോകേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ടും വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇന്ന് സ്വന്തമായി വാഹനം ഉപയോഗിക്കേണ്ട അത്യാവശ്യമില്ലെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. സന്താനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായി കുറച്ച് ധനം കയ്യിൽ വന്ന് ചേരുന്ന ദിവസമാണ്. കുടുംബാംഗങ്ങളുമായി സമയം ചിലവഴിക്കുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ ചിലർക്ക് ചില വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില യാത്രകൾക്കൊക്കെ സാധ്യത ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. നിയമപാലകർക്കും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില ദൂര യാത്രകളും വിഫലമായ യാത്രകൾക്കൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് വരിക. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും കായികമായ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദേഹാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ചികിത്സ ലഭിക്കുവാനും അതേപോലെ മാനസികാസ്വാസ്ഥ്യം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ സൗഹൃദം ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ധനപരമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല ഒരു ദിവസമായിരിക്കും. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാലം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ബന്ധുസമാഗമങ്ങളും അല്ലെങ്കിൽ വിശ്രമവും ഒക്കെ കൊണ്ട് ശരീരത്തിന് ക്ഷീണം കുറയുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. സന്താനങ്ങളുമായി കൂടിച്ചേർന്ന് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ വിദേശ യാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശ പഠനത്തിനോ ഒക്കെ വഴിയൊരുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. തീരുമാനങ്ങളെടുക്കാൻ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന ഒരു ദിവസമായിരിക്കും. കമ്മിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ക്ഷേത്ര ദർശനത്തിനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദംകാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. സമ്മാനങ്ങൾ ലഭിക്കുവാനും ഇഷ്ടഭക്ഷണം ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. സുഹൃത്തുക്കളുമായി സമയം പങ്കിടുവാനും ജോലി സാധ്യത തെളിഞ്ഞു വരുന്നതൊക്കെ ഒരു ദിവസമാണ്. അതേപോലെ ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ മൂലമൊക്കെ അപകടങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കാണുന്നു. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. മാതാപിതാക്കളുമായി കലഹിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ചില കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. മുൻകോപത്തിന് എടുത്തുചാട്ടത്തിലൂടെ ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അപകടമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ മെച്ചപ്പെട്ട ദിവസമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും അതേപോലെ ദൂരയാത്രകൾക്കും ബന്ധുക്കളുമായി കൂടിച്ചേരുവാനുമൊക്കെ ഇന്നത്തെ ദിവസം സാധ്യതയുണ്ട്.
സന്തോഷകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ സാമ്പത്തികമായി നല്ല ചിലവുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും ഗ്രഹം മോടി പിടിപ്പിക്കുവാനും പുതിയ വീട് വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ സാധ്യത അനുകൂലമുള്ള ഒരു ദിവസമായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായി കാണുന്നു. എന്നാൽ സാമ്പത്തികമായ പ്രതീക്ഷകൾ ഒട്ടും തന്നെ സഫലീകരിക്കാൻ സാധ്യതയില്ല. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ മെച്ചപ്പെട്ടതായിരിക്കുകയില്ല. ചില അഭാഗ്യ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പുതിയ കേസുകൾ ലഭിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പിലെത്തിക്കുവാനോ അതുമൂലം നല്ല സുഹൃത്ബന്ധം ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട്. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ പല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉണ്ടാകുവാനും അതൊക്കെ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരാനും ഒക്കെ സാധ്യതയുണ്ട്. കുടുംബത്തിലെ വിഹിതവുമായിട്ടുള്ള ചർച്ചകൾ അലസി പിരിയുവാനായിട്ട് സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ ഒക്കെ കലഹിക്കുവാനുള്ള ദിവസം സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കുക. ബന്ധുമിത്രാദികൾ ചിലർക്ക് കടുത്ത പ്രയാസങ്ങളോ രോഗങ്ങളോ ഒക്കെ വരുന്നതറിഞ്ഞ് മനപ്രയാസം ഉണ്ടാകുവാനും ചില വേർപാടുകൾക്കുമൊക്കെ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. ജോലി ഭാരം കുറഞ്ഞ ദിവസമാണെങ്കിലും അധ്വാനം കൂടിയ ദിവസമായിരിക്കും ഇന്ന്. കഠിനമായ ജോലികൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി ഭാരം കൊണ്ട് ചില ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ വീടുകൾ സന്ദർശിക്കുവാനും സുഹൃത്തുക്കൾ നമ്മുടെ വീട് സന്ദർശിക്കുവാനും ഒക്കെ സാധ്യത കാണുന്നു. പുതിയ ഫർണിച്ചറുകൾ അല്ലെങ്കിൽ പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ ചികിത്സാ രീതികളൊക്കെ ലഭിക്കുന്നതാണ്. എന്നാൽ ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ പിടിപെടുവാനും അതുമൂലം കുറച്ച് ക്ലേശങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അനാവശ്യമായ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടോ ഒക്കെ പ്രശ്നങ്ങളുണ്ടാകുവാനും മനക്ലേശം ഉണ്ടാകുവാനും ചിലർ അകന്നു പോകുവാനും ഒക്കെ സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സന്താനങ്ങളുടെ ഉന്നമനത്തിൽ വളരെയധികം സന്തോഷം കണ്ടെത്താൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സന്താനങ്ങൾ ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ സന്താനങ്ങളുടെ ഉന്നമനത്തിനോ അവരുടെ വിദേശ പഠനത്തിനോ വിവാഹാദി കാര്യങ്ങൾക്കോ ഒക്കെ വളരെയധികം അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും ചില ഭാഗ്യദോഷങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചില വ്യക്തികളുമായി ഉണ്ടാകുന്ന ചില സംസാരത്തിൻ്റെയോ ഇടപാടുകളുടെയോ പരിണതഫലമായി ചില ആക്ഷേപങ്ങൾക്കും പേരുദോഷങ്ങൾക്കും ഒക്കെ സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. വ്യക്തികളുമായി ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ദീർഘായുസ്സിനുതകുന്നതായ ചില ആരോഗ്യപരമായ കാര്യങ്ങൾ കണ്ടെത്തുവാനും യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്യുവാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. അമിതമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് ചില അസുഖങ്ങൾ പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. കരൾ രോഗങ്ങളൊക്കെ അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതിൻ്റെ തുടക്കം കുറിക്കാനും അത് സംഭവിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്നത് കൊണ്ട് അലർജിയുള്ള വസ്തുക്കൾ, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ,
പുറത്തുനിന്ന് വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെയധികം നന്നായിരിക്കും. എന്നാൽ അകന്ന ബന്ധുക്കൾ അടുത്തു വരാൻ സാധ്യത കൂടി ഉള്ള ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഒന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം രാജകീയമായ ഒരു ദിവസമായിരിക്കും. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. മീറ്റിങ്ങുകളിലോ ചർച്ചകളിലോ ഒക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ദിവസമായിരിക്കും. നമ്മളുടെ ഒരു മാസത്തെ ജോലി, പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവർക്ക് അതിന് അംഗീകാരം ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. ദീർഘമായി ആഗ്രഹിച്ചിരുന്ന വിദേശ പഠനമോ അല്ലെങ്കിൽ വിദേശത്ത് സിറ്റിസൺഷിപ്പൊക്കെ കിട്ടുന്നതിനോ ഒക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതിനുള്ള രേഖകൾ കൈമാറ്റം ചെയ്യുവാനും ലഭിക്കുവാനുമൊക്കെ സാധ്യത ഉള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ജോലി സ്ഥിരപ്പെടുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്കും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു.